ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ ഭയങ്കര സ്പെഷ്യൽ വീഡിയോ ആണ്. ഞാനിപ്പോൾ നിൽക്കുന്ന എവിടെയാ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? തേക്കിൻകാട് മൈതാനത്തിലാണ്. ഞങ്ങൾ തൃശ്ശൂർ പൂരം കാണാൻ വന്നിട്ടുള്ളത്. ഭയങ്കര എക്സൈറ്റഡ് ആണ്, അടിപൊളി വൈബാണ്. ഞങ്ങൾ എത്തിയിട്ട് കുറച്ച് സമയമായിട്ടുള്ളൂ. ആൻഡ് ഹായ് പറയൂ, എക്സൈറ്റഡ് ആണോ? ഇപ്പൊ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണ്? പൂരവിളം. മഠത്തിൽ വരവ് തുടങ്ങാൻ പോവാന്നാ പറഞ്ഞു. അതെ, മഠത്തിൽ വരവ് എന്ന് പറയുന്നൊരു ആചാരം അത് തുടങ്ങാൻ പോവാണ്. അതിനിപ്പോ ഇവിടുന്ന് കാണുന്ന ആനേന്റെ ബാക്കാണ്. ഞാൻ അല്ലാണ്ട് ഫ്രണ്ടിൽ പോയിട്ടുള്ള വീഡിയോസ് എടുക്കാം. ഞാൻ എന്തായാലും എല്ലാം ഒന്ന് കൺകുളിർക്കെ കാണട്ടെ. എൻ്റെ കൂടെ നിങ്ങൾക്കും എല്ലാം കാണാമല്ലോ. ഓക്കെ. തേക്കിൻകാട് മൈതാനത്തിലേക്കുള്ള മെയിൻ എൻട്രൻസ് ആണിത്. അതുപോലെ ഗ്രൗണ്ടിൻ്റെ ഉള്ളിലൂടെ നടക്കുമ്പോൾ കാണുന്ന കാഴ്ചകളാണിതൊക്കെ. മഠത്തിൽ വരവിന് മുന്നേ ഉള്ളൊരു മേളമാണിത്. ഈ സമയത്താണ് ഞങ്ങൾ അവിടെ എത്തിയത്. ഈ കാണുന്നതാണ് അമ്പലത്തിൻ്റെ മെയിൻ എൻട്രൻസ്. ഇനി മഠത്തിൽ വരവ് കഴിഞ്ഞിട്ടാണ് ഇലഞ്ഞിത്തറ മേളം സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അതിനു മുന്നേ ഞങ്ങൾ പോയി ഭക്ഷണം കഴിക്കാൻ ആലോചിക്കുന്നു. പോവാ. ഇപ്പൊ ഞങ്ങൾ നടക്കുന്നത് അമ്പലത്തിന്റെ ഫ്രണ്ടിലുള്ള റോഡിൽ കൂടെയാണ്. ഇവിടെ വണ്ടിയൊന്നും ഇല്ല. ഐ മീൻ ഓട്ടോ പോലും ഇങ്ങോട്ടേക്ക് വിടുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഇന്ന് വരുന്ന ആൾക്കാർക്ക് ഈസി ആയിട്ട് പോകാനും പറ്റും അല്ലേ. ഇവരുടെ അറേഞ്ച്മെന്റ്സ് എല്ലാം അടിപൊളിയാണ്. തൃശ്ശൂരിന്റെ ആളുകളുടെ ഒരു ഒരുമയും നൈസാണ് ഇവിടുത്തെ വൈബ്. ഐക്യം എന്നൊക്കെ പറഞ്ഞ ഇങ്ങനെയായിരിക്കണം. ഒരു പൂരമൊക്കെ വരുമ്പോ എല്ലാരും ഒന്നു ചേർന്നിട്ടുള്ള ഒരു പരിപാടി കിടലുമാണ്. ഓൾമോസ്റ്റ് ഫുള്ളായി ഇവിടെ. ഇനി ഇലഞ്ഞിത്തറ മേളം തുടങ്ങും. മേളമുണ്ട്, അതിനുശേഷം കുടമാറ്റം ഉണ്ട്. അപ്പോഴത്തേക്ക് എനിക്കറിയില്ല ഇവിടുത്തെ ക്രൗഡ് എങ്ങനെയായിരിക്കും. ഭയങ്കര പിന്നെ നടക്കുന്ന സമയത്ത് നമ്മൾ നിലത്ത് നോക്കി നടക്കണം. ബിക്കോസ് ആനപ്പിണ്ടി പിണ്ടിയല്ല, ആനപ്പിണ്ടി ഉണ്ടാവും. നല്ല ചൂട് ആനപ്പിണ്ടി. ഓക്കെ, ഫുഡ് കഴിക്കാം. ഫുഡ് ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് ഇലഞ്ഞിത്തറ മേള 2:30 തുടങ്ങുന്നായിരുന്നു പോസ്റ്ററിലും എന്താ പറയുക വീഡിയോസിലെല്ലാം കണ്ടത്. എന്നിട്ട് ഞങ്ങൾ ഓടിപ്പിടിച്ച് വന്നു. പക്ഷെ ഞങ്ങൾ പോയിരുന്നത് തെറ്റായ സ്ഥലത്തായിരുന്നു. അകത്താണ് ഇലഞ്ഞിത്തറ മേളം എന്ന് പറഞ്ഞ് ഞങ്ങൾ അകത്തേക്ക് വന്നു. തുടങ്ങിയിട്ടില്ല, ലേറ്റ് 5 മണിയാന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ ഓരോ മേച്ചിൽപ്പുറങ്ങൾ നോക്കി ഇവിടെ വന്നിരുന്ന് റെസ്റ്റ് എടുക്കുവാണ്. ഇവിടെ ഈ സൈഡിലെല്ലാം കാണിക്കും. സൈഡിലെല്ലാം കുറേ ആൾക്കാർ ഇതുപോലെ മരത്തിൻ്റെ അടിയിലെല്ലാം ഇങ്ങനെ ഇരുന്ന് റെസ്റ്റ് എടുക്കുന്നുണ്ട്. അപ്പം ഞാനിപ്പോൾ സീ കേരളത്തിൻ്റെ ഒരു വിഷറിയാണ് യൂസ് ചെയ്യുന്നത്. അവർ സ്പോൺസർ ചെയ്തതായത്. എല്ലാവരും സീ കേരളത്തിൻ്റെ പരിപാടിയെല്ലാം കാണണം കേട്ടോ. ഞങ്ങളങ്ങനെ മരത്തിൻ്റെ ചോട്ടിൽ ഇങ്ങനെ ഇരുന്ന് വിശ്രമിക്കുകയാണ് ഗൈസ്. ഇനി 5 മണിയാകുമ്പം ആ ഇലഞ്ഞിത്തറ മേളത്തിൻ്റെ ഇടയിൽ നുഴഞ്ഞു കയറാനാ പ്ലാൻ കാണാൻ. ആ വെടിക്കെട്ട്. അങ്ങനെ കുറച്ച് സമയത്തെ വിശ്രമത്തിന് ശേഷം ഞങ്ങൾ മരച്ചുവട്ടിൽ നിന്ന് എണീറ്റ് പോവുകയാണ് ഇലഞ്ഞിത്തറ മേളം കാണാൻ. ക്ഷീണെല്ലാം മാറിയാ? ഒന്നാമത് നമ്മൾ രണ്ടുപേരും വീട്ടിന്റെ അകത്തേക്ക് ജോലി ചെയ്യുന്ന രണ്ടുപേരാ. അപ്പം എപ്പോഴെങ്കിലും ഇങ്ങനെ പുറത്തിറങ്ങി ഇത്രയും ചൂടിൽ നിൽക്കുമ്പോൾ അത് ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഇവിടുത്തെ ആളുകളുടെ ആവേശം കാണുമ്പോൾ നമുക്ക് അടിപൊളി വൈബാണ്. എങ്ങനെയാ അവര് ചൂടിലും അവർ എത്ര സമയം എന്നറിയാം ഇങ്ങനെ വെയിറ്റ് ചെയ്ത് ആ ഒരു ആവേശം. എത്ര സമയം എന്നറിയാം ആൾക്കാരൊക്കെ ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നത്. ഈ ചൂടിനും അവരെ ആവേശം അടിപൊളി അല്ലേ. നമ്മൾ കുറച്ച് സമയം നിന്നപ്പോ തന്നെ ചൂടുകൊണ്ട് ടയർഡായി. എന്താ ഒരു വൈബ് ആൾക്കാരുടെ. നടന്നുകൊണ്ടിരിക്കുകയാണ്. ടിവിയിൽ കാണുന്ന അടുത്തുനിന്ന് കാണാൻ പറ്റില്ല. പക്ഷെ ഈ വൈബ് അത് ഇവിടെ വന്നാൽ മാത്രമേ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുള്ളൂ. അടിപൊളി വൈബാണ്. ശരിക്കും പറഞ്ഞാൽ ഈ മേളം എന്ന് പറഞ്ഞാൽ നമ്മൾ ശരിക്കും ഒരു കേരളത്തിലെ DJ പോലെ എനിക്കിപ്പോ തോന്നുന്നത്. അത്രയും ആൾക്കാർ ഒരേ വൈബിൽ ഇങ്ങനെ നിൽക്കുന്ന വൈബ്രന്റ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് ആണ്. അടിപൊളി എക്സ്പീരിയൻസ് ആണ്. എങ്ങനെയുണ്ട്? കണ്ടിട്ടില്ല. എങ്ങനെയുണ്ട് വൈബ്?
കിടിലം വൈബാണ്, ഒരു രക്ഷയില്ല. ഡാൻസ് കളിക്കാത്തവനോട് ഡാൻസ് കളിച്ചു. അതെ അതെ അതെ, ഡാൻസിന്റെ ABCD അറിയാത്ത ഞാൻ വരെ എന്തെല്ലോ ചെയ്തോണ്ടിരിക്കുന്നു. ഞാൻ കുറെ നേരം മസിലൊക്കെ പിടിച്ചു തന്നു, പക്ഷെ കാര്യമില്ല. നമ്മുടെ വൈബ് അറിയാതെ നമ്മുടെ കൈ അനക്കി പോകും. അതെ അതെ, അങ്ങനെ ചെയ്യണം, അപ്പഴാ രസം. ശരിക്കും TV കാണുന്നതിനെക്കാട്ടി എത്രയോ നല്ലതല്ലേ? അത് ഇവിടെ വന്നിട്ട് ഇവിടുത്തെ ആളുകളുടെ കൂടെ മിങ്കിൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ജെല്ല് ചെയ്യുമ്പോൾ നമുക്ക് അതിന്റെ കറക്റ്റ് വൈബ് കിട്ടും. കറക്റ്റ് വൈബ്. TVയിലാണെങ്കിൽ കുറച്ചും കൂടെ അടുത്തുനിന്ന് കാണാൻ പറ്റും, പക്ഷെ ഈ വൈബ് കിട്ടൂല കേട്ടാ. ലൈഫിൽ എപ്പോഴെങ്കിലും ഒരിക്കൽ മസ്റ്റ് ആയിട്ട് വന്ന എക്സ്പീരിയൻസ് ഉണ്ടെന്നാണ് ഈ ഇറങ്ങിത്തരം വേണം. അതെ അതെ അതെ. ഞങ്ങൾ കുടമാറ്റം കാണാൻ വേണ്ടി നിൽക്കുവാണ്. ഭയങ്കര ആവേശത്തിലാണ് ക്രൗഡ്. ഓരോ കുട മാറ്റും തോറും അവരുടെ ആവേശം കൂടിക്കൂടി വരികയാണ്. പാറമേൽക്കാവും തിരുവമ്പാടിയും തമ്മിലുള്ള ഒരു ബ്യൂട്ടിഫുൾ കോമ്പറ്റീഷനാണിത്. പല കളേഴ്സിലുള്ള, അതുപോലെ ഡബിൾ ലെയറും ട്രിപ്പിൾ ലെയറും ഉള്ള കുടകൾ, പിന്നെ വെറൈറ്റി ആയിട്ടുള്ള കുടകളൊക്കെ ഇവർ രണ്ടുപേരും മാറി മാറി കാണിക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ ഭയങ്കര രസമായിരുന്നു ലൈവായി കാണാൻ. കുടമാറ്റത്തിൻ്റെ ഇടയിൽ ആൾക്കാർ രണ്ട് സൈഡിലും കയ്യിലുണ്ടായിരുന്ന വിശറിയൊക്കെ നല്ല സ്റ്റൈലിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എറിയുന്നുണ്ടായിരുന്നു, ഒരു ആവേശത്തിൻ്റെ പുറത്ത്. കുടമാറ്റമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ ഓടിപ്പോയി ഒരു റെസ്റ്റോറൻറ്റിലേക്ക്. നല്ല വിശപ്പും അതേപോലെ നല്ല ടയേർഡായിരുന്നു. ആ ആക്രാന്തത്തിൽ പെട്ടെന്ന് തന്നെ കഴിച്ചു കഴിഞ്ഞു. അത് ആ സമയത്ത് വീഡിയോ എടുക്കുന്നതിനെ കുറിച്ചൊന്നും ഞാൻ ആലോചിച്ചില്ല. പിന്നെ അതിനുശേഷം ഞങ്ങൾ ഇവിടുത്തെ എക്സിബിഷൻ കാണാൻ വന്നു. ഇന്നത്തെ മെയിൻ പരിപാടികളെല്ലാം കഴിഞ്ഞു. നമ്മൾ മേളം അടിപൊളിയായിട്ട് നല്ല വൈബ് ചെയ്ത് നല്ല രസമായിരുന്നു. മേളം എൻജോയ് ചെയ്ത്, അതുപോലെ കുടമാറ്റം അത് നല്ല രസമായിരുന്നു. രണ്ട് സൈഡും ഇങ്ങനെ ഓരോ സമയത്ത് മാറി മാറി കുടമാറ്റം അത് ലൈവായി കണ്ടത് നല്ല രസമായിരുന്നു. ഇനിയുള്ള മെയിൻ പരിപാടി വെടിക്കെട്ടാണ്. അത് പുലർച്ചയ്ക്കാണ്. തിരിച്ച് നടക്കുന്നതിൻ്റെ ഇടയിലാണ് ഞാൻ ഈ വെറൈറ്റി സ്റ്റോൾ കണ്ടത്. അപ്പോൾ പിന്നെ ഞാൻ പോയി സുഭാഷിൻ്റെ ഒരു നാരങ്ങ വെള്ളം കുടിച്ചു. ആ ഒരു ഏരിയ മുഴുവൻ ഇത്രയും കളർഫുള്ളായി, ഇത്രയും വൈബ്രൻ്റായി കാണാൻ തന്നെ നല്ല രസമായിരുന്നു. പിന്നെ ഞങ്ങൾ വെടിക്കെട്ട് കാണാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് വെയിറ്റ് ചെയ്യുമായിരുന്നു. 3 മണിയായിരുന്നു അവർ പറഞ്ഞ സമയം. പക്ഷേ 6 മണിയായിട്ടും അത് തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. കുറച്ച് ഇൻറ്റേർണൽ ഇഷ്യൂസൊക്കെ കൊണ്ട് ചിലപ്പം ഉണ്ടാകാനും ഉണ്ടാകാതിരിക്കാനും ചാൻസ് ഉണ്ടെന്ന് കേട്ടു. സോ ഞങ്ങൾ 6 മണി വരെ വെയിറ്റ് ചെയ്തു. പിന്നെ ഒന്നും കാണാത്തതുകൊണ്ട് ഞങ്ങൾ പിന്നെ മടങ്ങി. That's all about my first ever തൃശ്ശൂർ പൂരം എക്സ്പീരിയൻസ്. ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് തന്നെ വളരെ സ്പെഷ്യൽ ആയിരുന്നു. നന്നായി എൻജോയ് ചെയ്തു. നിങ്ങൾ ആരെങ്കിലും ഇനി നെക്സ്റ്റ് ഇയർ പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് മുന്നേ തന്നെ പ്ലാൻ ചെയ്തോളൂ. അവർ ഡേറ്റ് അനൗൺസ് ചെയ്ത് കഴിഞ്ഞാൽ ഏതൊക്കെ ദിവസങ്ങളിൽ എന്തൊക്കെ പ്രോഗ്രാംസ് ആയിരിക്കുന്നു അതും ബ്രോഷേഴ്സൊക്കെ നമുക്ക് നെറ്റിൽ അവൈലബിൾ ആയിരിക്കും. അതിനനുസരിച്ച് പ്ലാൻ ചെയ്താൽ മതി. അതേപോലെ ഏറ്റവും ബെസ്റ്റ് പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ചൂസ് ചെയ്യുന്നതാണ്. 2 വീലർ എടുത്തിട്ട് പോയാൽ തന്നെ പാർക്കിംഗ് ഭയങ്കര പ്രശ്നമായിരിക്കും. അതുപോലെ ഈ ബസ് സ്റ്റാൻഡും റെയിൽവേ സ്റ്റേഷനെല്ലാം വാക്കബിൾ ഡിസ്റ്റൻസിലാണ്. അപ്പം പോയി നടന്നു പോകുന്നതിനൊന്നും ബുദ്ധിമുട്ടുണ്ടാവില്ല. അപ്പം മുന്നേ പ്ലാൻ ചെയ്താൽ പ്രോപ്പറായിട്ട് എല്ലാം അടിപൊളിയായിട്ട് കാണാൻ പറ്റും. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു.